മറ്റത്തൂരിലേക്കാണ്. അവിടെ ബി.ജെ.പി. സഖ്യത്തിലേക്ക് വിമതനായ കെ.ആർ. ഔസേപ്പിന്റെ പിന്തുണ തേടാനെത്തുന്ന കോൺഗ്രസിന്റെ വീഡിയോ പുറത്തുവിട്ട് LDF. CCTV ദൃശ്യങ്ങളാണ്. അതിൽ ശബ്ദം നമുക്ക് വ്യക്തമല്ല, എങ്കിലും അതൊരു ശ്രമമായിരുന്നുവെന്നാണ് ഈ ഔസേപ്പ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് അങ്ങനെ പിന്തുണ തേടി എത്തിയതാണോ എന്ന് അദ്ദേഹം പറയുമായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇവർക്ക് നിഷേധിക്കാനും കഴിയും. ഞങ്ങൾ ആ വഴി പോയപ്പോൾ സൗഹൃദം കൊണ്ട് കയറിയതാണെന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? തീർച്ചയായും ഇത് ആരോപണങ്ങളാണ് ദിവേഷ്. അതായത് പ്രധാനമായും 23-ാം തീയതി ആണ് രാത്രി 9 മണിയോടുകൂടിയാണ് ഔസേപ്പിന്റെ വീട്ടിൽ ഈ TM ചന്ദ്രൻ അടങ്ങുന്ന എല്ലാ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന, മുൻപ് ഈ ഒരു സമയത്ത് കോൺഗ്രസുകാരായിരുന്നവർ, കോൺഗ്രസുകാർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി അന്ന് റിബലായി മത്സരിച്ച് വിജയിച്ചതാണ്. അപ്പോൾ 10 സീറ്റ് വീതമാണ് ഈ 2 റിബലുകളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ 8 സീറ്റും കൂടി കൂട്ടിയാൽ ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ ഭരണം പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ ഔസേപ്പിന്റെ അടുത്തേക്ക് ഈ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും ചോദിച്ചു പോകും, ഒരേ കക്ഷി നിലയായി കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഈ TM ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് BJPയുടെ പിന്തുണ ലഭിക്കും എന്നുള്ള ഒരു കാര്യം എന്നൊക്കെയാണ് ഇപ്പോൾ ഔസേപ്പ് പറയുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മറ്റത്തൂരിൽ നിന്നുള്ള ഈ കോൺഗ്രസിന്റെ മുൻ അംഗങ്ങൾ പറഞ്ഞത് ഔസേപ്പ് LDFിലേക്ക് കാലു മാറിയത് കൊണ്ടാണ് തങ്ങൾ BJPയുമായി കൂട്ടുകൂടാനായുള്ള ഒരു, അല്ലെങ്കിൽ BJPയുടെ വോട്ട് തേടേണ്ട ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ അതെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ഔസേപ്പിയുടെ. കാരണം താൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. തനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. സ്വാഭാവികമായും BJPയുടെ കൂടെ കൂട്ടാനായി നിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവർ വർഗീയ കക്ഷികളുമായി ഒത്തുചേരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ LDFിനൊപ്പം ചേർന്നത്. തനിക്ക് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി അങ്ങനെ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത്, ഔസേപ്പ് പറയുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിൽ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് DCC. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ അംഗങ്ങൾ രാജിവെച്ചില്ല എങ്കിൽ തുടർ നടപടികൾ, അയോഗ്യരാക്കുന്ന നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നുള്ളതാണ് DCC പ്രസിഡന്റ്. ശരി ലിഷോയ്, ഞാൻ ഔസേപ്പിന്റെ ഒരു പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. താൻ UDFന്റെ സ്ഥാനാർത്ഥി അല്ലായിരുന്നുവെന്ന് മറ്റത്തൂരിൽ വിജയിച്ച ഔസേപ്പ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വിജയിച്ച ശേഷം തന്റെ വീട്ടിലെത്തി BJPയുമായി സഖ്യം ചേരാമെന്ന് അറിയിച്ചുവെന്നുമാണ് ഔസേപ്പ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: എൻ്റെ വീട്ടിൽ വന്ന CCTVയിലെ ദൃശ്യങ്ങളാണ്. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പ് നീയാണ് UDFന്റെ ലീഡറായിട്ട്, നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സമില്ല, പരാതിയില്ല. പക്ഷേ നിലവിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മുന്നേ തന്നെ അകത്താക്ക്, എന്നിട്ട് വേണ്ട ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോകണ്ടേ. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പോൾ അത് മുന്നേ അത് നടപടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഏറ്റോളാം എന്നുള്ള ഉറപ്പിലാണ് പറയുന്നത്. നീ കൂടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം. അപ്പോൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല നമ്മൾ ഭരിക്കും. അതെന്തൊരു, എനിക്ക് മനസ്സിലാവണില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു.